സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6000 അടി ഉയരം. ഈ 6000 അടി ഉയരത്തിൽ 25 കിലോമീറ്റർ വേഗതയിൽ ഒരു ട്രെയിൻ പാഞ്ഞു വരുന്നു. ഈ ട്രെയിൻ കുറച്ചു നേരത്തേക്ക് ഒരു ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ടണലിനകത്ത് ഏകദേശം 2.5 മുതൽ 3 മിനിറ്റ് വരെ യാത്ര ചെയ്യണം. പക്ഷേ ഈ സമയത്ത് യാത്രക്കാർക്ക് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. ആരോ അവരെ വിളിക്കുന്നത് പോലെ, ചിലപ്പോൾ ആരൊക്കെയോ നിലവിളിക്കുന്നത് പോലെ, അങ്ങനെ പല വിചിത്രമായ ശബ്ദങ്ങളും. അങ്ങനെയാണെങ്കിൽ ഈ തുരങ്കത്തിന് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടാവുമോ? അതോ അവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം ഈ തുരങ്കത്തിന് പിന്നിലെ നിഗൂഢത. 1814 മുതൽ 1816 വരെ ബ്രിട്ടീഷുകാരും നേപ്പാളും തമ്മിൽ ഒരുപാട് കലാപങ്ങൾ ഉണ്ടാകുന്നു. കലാപത്തിന് പ്രധാന കാരണം ഹിമാചൽ പ്രദേശാണ്. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ ഹിമാചൽ പ്രദേശ് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാവുന്നു. ഹിമാചൽ പ്രദേശിലെ ഷിംല വളരെ തണുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. സമ്മർ കാലത്തെ ബ്രിട്ടീഷുകാരുടെ ക്യാപിറ്റലായി അവർ അതിനെ തിരഞ്ഞെടുക്കുന്നു. കൂടാതെ ഷിംലയെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റാനും അവർ തീരുമാനിച്ചു. പക്ഷേ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ ദിവസങ്ങളെടുക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ട്രെയിൻ സർവീസ് നടത്താൻ അവർ തീരുമാനിക്കുന്നു. പക്ഷേ അവിടെ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് വളരെയധികം ദുഷ്കരമായിരുന്നു. കൂറ്റൻ മലകളും പാറക്കെട്ടുകളും അതിനെല്ലാം തുരന്ന് ട്രാക്ക് നിർമ്മിക്കുന്നത് വളരെയധികം വെല്ലുവിളിയായിരുന്നു. എന്നിട്ടും 2 സർവേകൾ അവിടെ നടന്നു. 1887 നടന്ന സർവേയിൽ ട്രാക്ക് നിർമ്മിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അതിനായി ജോലിക്കായി ഒരുപാട് പേരെ വിളിക്കാനും സർക്കാർ തീരുമാനിച്ചു. വൻതോതിൽ ക്യാഷ് ഓഫർ ചെയ്ത ട്രാക്ക് നിർമ്മാണത്തിന് ബ്രിട്ടീഷുകാർ സർക്കാർ അതിൻ്റെ പ്രധാന എഞ്ചിനീയറായി കേണൽ ബറോഗിനെ നിയമിക്കുന്നു. 1900 തുടക്കത്തിൽ ട്രാക്ക് നിർമ്മാണം ആരംഭിക്കുന്നു. ഇതിനായി ഒരുപാട് തൊഴിലാളികളെയും ബറോഗ് കൊണ്ടുവരുന്നു. 3 വർഷമായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ ബറോഗിന് കൊടുത്ത സമയം. എന്നാൽ ടണൽ നിർമ്മാണത്തിന് ചുരുങ്ങിയത് 8 വർഷമെങ്കിലും ആവുമെന്നറിഞ്ഞ ബറോഗ് കൂടുതൽ തൊഴിലാളികളെ നിയമിക്കുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഇന്ന് പോലുള്ള ടെക്നോളജികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ട്രാക്ക് നിർമ്മാണത്തിനായി ചുരുങ്ങിയത് 107 തുരങ്കങ്ങളെങ്കിലും നിർമ്മിക്കണം. ട്രാക്ക് നിർമ്മാണത്തിന് ആദ്യഘട്ടത്തിൽ ജോലികളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് 1000 അടികളൊരു തുരങ്കം. ഇത് തുറക്കാനായി ബറോഗ് മറ്റൊരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നു. കുറച്ചുപേർ തുരങ്കത്തിന് മുന്നിലും മറ്റു ചിലർ തുരങ്കത്തിന് പിന്നിൽ നിന്ന് തുറക്കാനും ബറോഗ് ആവശ്യപ്പെടുന്നു. ബറോഗിൻ്റെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ അതനുസരിക്കുന്നു. എന്നാൽ ബറോഗിൻ്റെ പ്ലാൻ അനുസരിച്ച് ഒരു സെൻട്രൽ പോർഷനിൽ വന്ന് ജോയിൻ്റ് ആവണം. പക്ഷേ അത് സംഭവിച്ചില്ല. ഒരുപാട് ദിവസം തൊഴിലാളികൾ ജോലി ചെയ്തിട്ടും ഇരുഭാഗത്തുള്ള തൊഴിലാളികളും കൂട്ടിമുട്ടിയില്ല. തൊഴിലാളികളും ബറോഗും വളരെയധികം സങ്കടത്തിലായി. ഇതറിഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബറോഗിനോട് കടുത്ത നഷ്ടപരിഹാരം ചോദിക്കുന്നു. മനോവിഷമം സഹിക്കാനാവാതെ ബറോഗ് ഒരു ദിവസം രാവിലെ തൻ്റെ നായയോടൊപ്പം ഈ ടണലിനടുത്തെത്തുന്നു. ആ ടണലിനെ നോക്കി ബറോഗ് ഇങ്ങനെ പറയുന്നു: ഈ ടണൽ നിർമ്മാണത്തിൽ ഞാൻ പൂർണ്ണമായും തോറ്റുപോയി എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് സ്വയം വെടിയേറ്റ് മരിക്കുന്നു. ഇത് കണ്ട ബറോഗിൻ്റെ നായ വിഭ്രാന്തി കൊണ്ട് ഓടിപ്പോവുകയും അവിടെയുണ്ടായിരുന്ന നാട്ടുകാരെ ടണലിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ബറോഗിനെ ടണലിനടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചിടുകയും ചെയ്യുന്നു. ഈ സ്ഥലം പിന്നീട് ബറോഗ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. ആ ടണലിനെ ബറോഗ് ടണൽ അല്ലെങ്കിൽ ടണൽ നമ്പർ 33 എന്നറിയപ്പെടുന്നു. 1930 നടന്ന സർവേയിൽ ഈ 107 ടണലുകളിൽ 4 ഉപയോഗശൂന്യമാണെന്ന് കണ്ടെത്തുന്നു. അതിനു പകരമായി മറ്റു വഴികൾ സർക്കാർ കണ്ടെത്തുന്നു. 2005 ഇവിടുത്തെ മറ്റൊരു തുരങ്കം കൂടി ഉപയോഗശൂന്യമാവുന്നു. അതോടെ ടണലിൻ്റെ എണ്ണം 102 ആവുന്നു. ഈ 102 ടണലുകളിലായി 20ഓളം സ്റ്റേഷനുകളുണ്ട്. ബറോഗിൻ്റെ മരണശേഷം പല കഥകളും ആ നാട്ടിൽ പരക്കാൻ തുടങ്ങി. ആളുകൾ ആ ടണലിൻ്റെ അടുത്തെത്തുമ്പോൾ ബറോഗിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുമെന്നും കൂടാതെ മറ്റു ചില വിചിത്ര ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുമെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ ഈ ടണൽ നമ്പർ 33ൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ തൊഴിലാളികളോട് ബറോഗ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ടണൽ നിർമ്മാണം തുടങ്ങിയ ശേഷം കുറച്ച് തൊഴിലാളികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചുവെന്നും അതെങ്ങനെയാണെന്ന് എനിക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല എന്ന് ബറോഗ് പറഞ്ഞു. ബറോഗ് പറഞ്ഞ മറ്റൊരു കാര്യം, ഞാൻ ഒരു ദിവസം ഇവിടെ നിൽക്കുമ്പോൾ മനുഷ്യരൂപത്തിലുള്ള ഒരു ചെന്നായി കണ്ടതായും അതിൻ്റെ വായിൽ മനുഷ്യൻ്റെ മാംസം കണ്ടതായും ബറോഗ് പറഞ്ഞു. ബറോഗിൻ്റെ മരണശേഷം 1903 ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ അതിൻ്റെ നേതൃത്വത്തിൽ ടണലിൻ്റെ നിർമ്മാണം വീണ്ടും ആരംഭിച്ചു. എന്നാൽ അദ്ദേഹത്തിനും ടണലിൻ്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്താനായില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ആ പ്രദേശത്തെ ബാബ ബാർക്കെ എന്ന സന്യാസി അദ്ദേഹത്തിൻ്റെ സഹായത്തിനെത്തി. അങ്ങനെ ഇവരുടെ സംഘം 33ാം ടണൽ വിജയകരമായി പൂർത്തിയാക്കി. മരിച്ചുപോയെങ്കിലും ആ തുരങ്കം വിട്ടുപോകാൻ ബറോഗ് തയ്യാറായിരുന്നില്ല. സൂര്യപ്രകാശം എത്താത്ത തുരങ്കത്തിൻ്റെ ഭാഗങ്ങളിൽ ബറോഗിൻ്റെ ആത്മാവിനെ കണ്ടിട്ടുണ്ടെന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടു. എപ്പോഴും നിശബ്ദമായ ഇരുട്ടിൽ ബറോഗിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടാവുമോ?